സംസ്ഥാനത്ത് വീണ്ടും ചികിത്സാ പിഴവ് ആരോപണം. മുട്ടുതേയ്മാനത്തിന് ചികിത്സ തേടിയെത്തിയ നെടുമങ്ങാട് സ്വദേശിനിയെ ആമവാദത്തിന് ചികിത്സിച്ചുവെന്നാണ് പരാതി. ചികിത്സാ പിഴവ് മൂലം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായെന്നും ഷീല പറയുന്നു. മെഡിക്കൽ കോളേജ് ജനറൽ വിഭാഗം ഡോക്ടർ ജേക്കബ് തോമസിനെതിരെയാണ് ആരോഗ്യമന്ത്രിക്ക് കെ മുരളീധരന് ഷീല പരാതി നൽകിയിട്ടുമുണ്ട്. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് നെടുമങ്ങാട് സ്വദേശിനിയായ ഷീല മുട്ട് തേയ്മാനത്തിന് ചികിത്സ തേടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജനറൽ വിഭാഗം ഡോക്ടർ ജേക്കബ് ആന്റണിയെ സമീപിക്കുന്നത്. മുട്ട് തേയ്മാനത്തിന് പകരം ആമവാദത്തിന് ചികിത്സിച്ചായി പരാതി. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിച്ച മരുന്നിനെ തുടർന്ന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. മുഖത്തും ശരീരത്തും നീര് വന്ന് വീർക്കുകയും വികൃതമാവുകയും ചെയ്തു. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോൾ നടത്തിയ പരിശോധനയിൽ ആമവാദമില്ലെന്ന് സ്ഥിരീകരിച്ചുവെന്നും ഷീല പറയുന്നു. ഈ 5 ദിവസം ഞാൻ 500 രൂപയായി ഗുളിക വാങ്ങിച്ചപ്പോൾ ഈ കൊണ്ടുവന്ന് ഞാൻ കഴിച്ച് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങി കഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് അസ്വസ്ഥതകളൊക്കെ അനുഭവിച്ച് 5 ദിവസം ഞാൻ കഴിച്ച് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച സാരമായി എന്നെ ബാധിച്ച് കണ്ണൊക്കെ പഴുത്ത് മൂടി. ഞാൻ 15 ദിവസത്തോളം എനിക്കൊരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ലായിരുന്നു. 15 ദിവസം ട്രിപ്പിലായിരുന്നു. എനിക്ക് ആമവാദം ഉണ്ടോ ഇല്ലേന്ന് അറിയാനുള്ള ടെസ്റ്റ് നടത്തി. അതിൽ ആമവാദം എനിക്ക് ഇല്ലെന്ന് തെളിഞ്ഞ് ഇങ്ങനൊരവസ്ഥ ഇനി മറ്റാർക്കും വരരുതെന്നുള്ള അതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ പരാതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. സംഭവത്തിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരന് പരാതി നൽകി. അതേസമയം സന്ധിവാതത്തിനാണ് ചികിത്സ നടത്തിയതെന്ന് ഡോക്ടർ വിശദീകരിക്കുന്നു. തനിക്കുണ്ടായ ദുരനുഭവം മറ്റാർക്കും ഉണ്ടാകരുതെന്നും ചികിത്സാ പിഴവിൽ നടപടി സ്വീകരിക്കണമെന്നാണ് ഷീലയുടെ ആവശ്യം. ചികിത്സാ പിഴവിനെ തുടർന്നുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കണ്ണാശുപത്രിയിലും ചികിത്സ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനം, തിരുവനന്തപുരം.